സാരോപദേശ കഥകളിൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടിയുടെ ഉമ്മ, അവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇന്നത്തെ പോലൊന്നുമല്ല, മുമ്പൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൂരെ പോകുന്ന സമയത്ത് ഒരുപാട് ദൂരം കാടുകളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് വേണം പോകാനും. അങ്ങനെ യാത്രാ സംഘത്തോടൊപ്പം പോകാനുള്ള അനുമതി കൊടുക്കുകയാണ് ആ ഉമ്മ. കുട്ടിയോട് പോകാൻ പറയുന്നു. പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കയ്യിൽ ഒരു സഞ്ചി കൊടുക്കുകയും അതിൽ കുറച്ച് സംഭവങ്ങൾ ഒളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിനക്ക് വളരെ വിലപ്പെട്ട ഒന്നാണ്, നീ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ വേണ്ട പോലെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. കുട്ടി അതേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യാണ്. പെട്ടെന്ന് എന്തൊക്കെയൊക്കെ വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേട്ട് ഇവര് ചിതറിയോടി. അതില് വലിയ ആളുകളും ചെറിയ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിതറി ഓടുകയും ഈ കുട്ടി ഒറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ അടുത്തേക്ക് നായ്ക്കൾ വരികയാണ്, കാട്ടുനായ്ക്കൾ വരികയാണ്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവറ്റകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി കയ്യിലുള്ള ഈ സഞ്ചി തുറക്കുകയും ആ സഞ്ചിയിൽ നിന്ന് ഉള്ളത് എന്താണ് എന്ന് നോക്കാതെ അതെല്ലാം എടുത്ത് എറിയുകയും ചെയ്തു. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ആകെ ഒന്ന് മാത്രം അതിൽ ബാക്കിയാവുകയും അത് അതിൽ തന്നെ വെച്ചു. അതിനുശേഷം ആ കുട്ടി യാത്ര തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടി ഗ്രാമത്തിൽ പോവേണ്ട ആ ഒരു സ്ഥലത്തെത്തുകയും ആ സ്ഥലത്ത് എത്തിയ സമയത്ത് ആ സഞ്ചി തുറന്നു നോക്കുന്ന സമയത്ത് ആ സഞ്ചിയിലുണ്ടായിരുന്നത് രത്നമായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് അബദ്ധം മനസ്സിലാവുന്നത്. തൊട്ടടുത്ത് തന്നെ കല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? കയ്യിലുള്ള ആ സംഭവം എന്താണ് എന്നുള്ളത് നോക്കാതെ എടുത്തെറിയുകയും അങ്ങനെ തൽക്കാലം അവൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അമൂല്യമായ പലതും അവന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിലൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ വിജ്ഞാനങ്ങൾ, ഇതെല്ലാം നമ്മൾ വെറുതെ അങ്ങ് എറിഞ്ഞു കളയും. വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ അതങ്ങ് പ്രയോഗിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മളുടെ വില ഇല്ലാതാവും, നമ്മളുടെ മൂല്യം ഇടിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്.